ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തൃത്വത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ച് തുടങ്ങിയത്. അത് ഇന്നും തുടരുന്നതായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, നേച്ചറിനെക്കുറിച്ച്, പ്രകൃതത്തെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം ആരാണ് എന്നതിനെക്കുറിച്ചാണ് ഈ പഠനം മുൻപോട്ട് പോകുന്നത്. ഇത് കൺവെൻഷനലി എല്ലാ മെയിൻ ലൈൻ ചർച്ചുകളും വിശ്വസിക്കുന്ന ഉപദേശമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി എതിരഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ഇതിൻ്റെ താഴെ വരാം. അതെല്ലാം ഒത്തിരി ദുരുപദേശങ്ങൾ ഈ നാട്ടിലുള്ളത് കൊണ്ട് ഈ തൃത്വത്തെ എതിർക്കുന്ന അനേകം ആൾക്കാരുമുണ്ട്. പക്ഷെ അവരൊരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിൻ്റെ ഭാഗമല്ല. ഒന്നോ രണ്ടോ ഈ യഹോവസാക്ഷികളെ പോലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ യൂണിറ്റേറിയൻ പെൻറ്റക്കോസ്റ്റൽസ് ഇങ്ങനെയുള്ള ആളുകളാണ് ഈ എതിർപ്പുമായിട്ട് വരുന്നത്. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദി മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റി, വേൾഡ് വൈഡ് മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എതിർപ്പുകൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതൊക്കെ ഓൾറെഡി മറുപടി കൊടുക്കപ്പെടുകയും തടയപ്പെടുകയും ചെയ്തിട്ടുള്ള ഉപദേശങ്ങളാണ്. എന്നാൽ ചിലർക്ക് അങ്ങനെയാണ്, ഓരോ ചിന്താഗതി ഓക്കെ ഇത് നന്നായിട്ട് തോന്നുന്നു, എന്നാൽ പിന്നെ ഇത് തന്നെ, അതിന് സെലക്ട് ആയിട്ടുള്ള വാക്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ ഒരു പഠനം നടത്തിയാണ് അവരതിൽ ഫിക്സായി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉപദേശം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ തൃത്വ ഉപദേശം മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെന്തുകൊണ്ടാണ് ബൈബിളിൽ ഇത്ര വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. തൃത്വം എന്നുള്ള വാക്കല്ല, തൃത്വം എന്ന ഉപദേശം വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നൊരു ഉപദേശമാണ്. ഓക്കെ, അതിൻ്റെ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ കൂടെ ഇന്ന് പരിശോധിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് കർത്താവിൻ്റെ തൃത്വത്തെ, അതായത് ത്രിയേകത്വത്തെ തെളിയിക്കുന്ന വാക്യങ്ങൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, പിതാവിനുള്ള വ്യതിരിക്തതയെ കാണിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ് തൃത്വോപദേശത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയേണ്ടത്. 1, ദൈവം 3 വ്യക്തികളാണ്. 2, ഓരോ വ്യക്തിയും ദൈവമാണ്. 3, ഒരു ദൈവമേ ഉള്ളൂ. ഇത് 3ഉമാണ് നമ്മൾ റിക്കൺസൈൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഇൻഹറൻറ്റ് കോൺട്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് അനേകം ബുദ്ധിജീവികൾക്ക് അവരുടെ മാനുഷികമായ ഒരു വ്യാഖ്യാന രീതി കൊണ്ട് ഇത് പിടികിട്ടാത്തത് കൊണ്ട് ഇത് തെറ്റ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ്. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. വളരെ ആഴവും അഗാധവും നിത്യവുമായ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തൃത്വം എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരിക്കലും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ബൈബിളിലെ വചനങ്ങൾ എടുത്ത് ഏകദേശ രൂപമാണ് ദൈവത്തെക്കുറിച്ച് എന്ത് കാര്യം പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്നതെല്ലാം സത്യമാണ്. ബൈബിൾ മേക്സ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. പക്ഷേ ഒരു കോംപ്രഹെൻസീവായിട്ട് ദൈവം ആരെന്ന് നിർവചിക്കാൻ നമ്മുടെ തലയിലേക്ക് അത് പറഞ്ഞ് വെച്ചു കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ദൈവം മനുഷ്യൻ്റെ മനസ്സിലാക്കലുകൾക്കൊക്കെ വളരെ അപ്പുറമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്നാൽ നമുക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവം 3 വ്യക്തികളാണ്, ഒരു ദൈവമേ ഉള്ളൂ, ഓരോ വ്യക്തിയും ദൈവമാണ്. ഇതാണ് തൃത്വോപദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യേശുക്രിസ്തുവിനെ ദൈവമെന്നും പിതാവിൽ നിന്ന് വ്യത്യസ്തനെന്നും കാണിക്കുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? വചനം ദൈവമായിരുന്നു, ദൈവം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ദാറ്റ് മീൻസ് വചനം ദൈവമാണ്, അപ്പോൾ ദൈവം ദൈവത്തോടു കൂടെയായിരുന്നു എന്നാണ്. നമുക്കത് ഒന്നുകൂടെ വായിച്ചു നോക്കാം എത്ര കൃത്യമായിട്ടാണ് ഈ 2 വ്യത്യസ്തമായ വ്യക്തികളെ അവിടെ കാണാൻ പറ്റുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ സൃഷ്ടിക്കപ്പെടുമ്പോഴേ ദൈവത്തോടു കൂടെയാണ് നമ്മൾ വചനത്തെ കാണുന്നത്. വചനം ദൈവമായിരുന്നു, ഈ വചനമാണ് ജഡമായി വന്നത്. അപ്പം ദൈവത്തോട് കൂടെ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും 2ആയിട്ട് തന്നെ കൂടെ എന്ന് പറയുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണത്. യോഹന്നാൻ 17:24 പറയുന്നു, എൻ്റെ മഹത്വം എന്നൊരു വാക്ക് നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് തന്നിരിക്കുന്ന മഹത്വം, അതാണ് എറ്റേണൽ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ഈ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ എറ്റേണൽ ഗ്ലോറി, നിത്യമായ തേജസ്, ദൈവം എന്ന തേജസ്, പിതാവിനോടുകൂടെ നിത്യതയിലുണ്ടായിരുന്നപ്പോഴുള്ള തേജസ്സാണ് കർത്താവ് അവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 14:26 അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ
അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലും വഴി നടത്തും, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നാണ്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച എന്താണ്? അത് ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് പിന്നെ ഓർമ്മിപ്പിക്കും. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ റോമാലേഖനം 8:27 കാണുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും പുത്രനല്ല പരിശുദ്ധാത്മാവ് എന്ന് ഈ വാക്യത്താൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മളെ കാണിക്കുന്നത് 16:7 പറയുന്നു, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ ബോധം വരുത്തും. ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് കർത്താവ് പറയുന്നു. ഞാൻ വരികയില്ല, കാര്യസ്ഥൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്ന് പറയുന്ന വ്യക്തി, കാര്യസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി രണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു വാക്യമല്ല, അനേകം വാക്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ വ്യത്യസ്തതയും ദൈവത്വവും ഊന്നി പറയുന്ന അനേകം വാക്യങ്ങളാണ് ഇതെല്ലാം. അവിടെ നമ്മൾ അനേക റെഫറൻസസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപോലെ മത്തായി 28:19, 1 കൊരിന്ത്യർ 12:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 13:14. ചില വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. എഫെസ്യർ 4:4, അതുപോലെ 1 പത്രോസ് 1:2. ഈ വാക്യങ്ങളിലെ ഈ തൃത്വത്തെക്കുറിച്ചും വ്യത്യസ്തതയെക്കുറിച്ചും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത ബീയിങ്സ് ആയിട്ടും നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ദൈവമായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇൻറ്റിമസി, പിതാവും പുത്രനും തമ്മിലുള്ള ഇൻറ്റിമസി നമുക്ക് പലപ്പോഴും വേദപുസ്തകത്തിൽ കാണാം. അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്റിമസി. അപ്പോൾ ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടി പല സമയത്തും ഈ സ്പിരിറ്റ് എന്നുള്ള വാക്കിന് പ്രിപ്പോസിഷൻ കൊടുക്കുമ്പോൾ ഹേ എന്ന് പറയുന്ന മാസ്കുലിൻ പ്രോനൗൺ, അതായത് ഒരു പുരുഷന് കൊടുക്കുന്ന സർവനാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കംഫർട്ടർ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തനാണ്. പിതാവ് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് പിതാവിൽ നിന്നും വ്യത്യസ്തനാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് വേർപെടുത്തി 3 വ്യക്തികളുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികൾ ദൈവത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. ഈ വാക്യങ്ങളാണ് ഇതിനെല്ലാം ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഓരോ വ്യക്തിയും ദൈവമാണ് എന്നുള്ള വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ 1:1 വ്യക്തമായി പറയുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവമാണ്. ഓക്കെ, അപ്പോൾ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു പറയുമ്പോൾ ദൈവം, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരസ്പരം ഒന്നിച്ചായിരുന്നു, ഒരേ കൂടെയായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പം ഒരാളാവാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ. കൂടെ എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നത്? വ്യത്യസ്തമായ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഹോവ സാക്ഷികളുടെ ഒരു ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്, ദ വേർഡ് വാസ് ഗോഡ്, അതായത് വചനം ദൈവമായിരുന്നുള്ളതിന് അവർ രസകരമായ ഒരു വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും യഹോവ സാക്ഷികളെ വീട്ടിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവർ ഈ ഒരു ആർഗ്യുമെൻ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിതാണ്, വചനം ദൈവമായിരുന്നു എന്നുള്ള വാക്ക് അവർ പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് പരമ സൃഷ്ടാവും എല്ലാത്തിനും മുകളിൽ ഉന്നതനുമായ ദൈവമല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനേകം ദൂതന്മാരെയൊക്കെ ദൈവങ്ങളെപ്പോലെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരു ദൈവം, അവനും ഒരു ദൈവമാണ് എന്ന രീതിയിൽ ഒരു എന്നൊരു ഒരു ആർട്ടിക്കിൾ ഹീ, അതിങ്ങനെയാണ്, ഹീ വാസ് എ ഗോഡ് എന്നാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അവരുടെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. അപ്പോൾ അത് അപ്പോൾ എന്താ അടിസ്ഥാനത്തിൽ അവരൊന്ന് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഗ്രീക്കിൽ ഈ എ എന്നുള്ളൊരു പ്രത്യയം ആവശ്യമുണ്ടെങ്കിലും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ചതാണ്. അവിടെ ഒരു എ എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്, അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ചാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും ഗ്രീക്കിൽ അങ്ങനെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ലെന്ന് നമുക്ക് അറിയാം. പക്ഷേ താഴോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് വാക്യങ്ങൾ പ്രശ്നമുണ്ടാക്കും. യഹോവ സാക്ഷികളുടെ വ്യാഖ്യാനം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കണ്ടല്ലോ, വചനം ദൈവമായിരുന്നു. ഓക്കെ, ആ താഴോട്ട് വരുമ്പോൾ 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. അപ്പോൾ അവിടെയും എന്തില്ല? ഈ ആർട്ടിക്കിളില്ല. അപ്പോൾ അവിടെയും എന്ത് എഴുതേണ്ടി വരും? ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ദൈവം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് എല്ലാം ഒരു ദൈവമെന്നാക്കി കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, വേദവസ്തുവിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ദൈവം എന്ന വാക്കിന് ഒരു എന്നതിൻ്റെ മുമ്പിൽ ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ അവരതങ്ങനെ ചേർത്തിട്ടുണ്ട്. 13-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. അപ്പോൾ അതെങ്ങനെ പറയണം? യഹോവ സാക്ഷികളുടെ ട്രാൻസ്ലേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയും ആർട്ടിക്കിൾ ചേർക്കണം. അപ്പോൾ ഇങ്ങനെ വരും, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ഒരു ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. അപ്പോൾ പല ദൈവങ്ങളുണ്ടെന്നപ്പോൾ യഹോവ സാക്ഷികൾ പറയേണ്ടതായിട്ട് വരും.
നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തോന്നുന്ന പോലെ ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇവിടെയൊക്കെ എ ആഡ് ചെയ്യാം. എവിടെയെല്ലാം എ ആഡ് ചെയ്ത് അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാവും. കാരണം അവിടെ എല്ലാം റെവലേഷൻ മാറിപ്പോവും. അപ്പോൾ എ ഗോഡ് എന്നുള്ളൊരു പ്രയോഗം അവർ പറയാണ്, ദ വേർഡ് വാസ് എ ഗോഡ്. ഒരു ഹെവൻലി ബീയിങ് ആണ്, അത്രയേ ഉള്ളൂ. അതിനെ സ്മോൾ ലെറ്റർ ഗോഡ് എന്ന രീതിയിൽ യഹോവ സാക്ഷികൾ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു ദൈവം എന്നുള്ള ആ ഒരു വാക്യം ശരിയാണെങ്കിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവം നിങ്ങളെ രക്ഷിക്കും എന്നുള്ള വാക്യങ്ങൾ അങ്ങനെ വായിക്കേണ്ടതായിട്ട്, അങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യഹോവ സാക്ഷികൾ ഇതിനെ സമീപിക്കുന്നത്. അതുപോലെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദർ വാസ് എ മാൻ സെൻറ്റ് ഫ്രം ഗോഡ്. ദൈവത്താൽ അയക്കപ്പെട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. ഈ വാക്യത്തിൻ്റെ തലയ്ക്കലൊരു ചേർത്ത് എങ്ങനെ ഇരിക്കും? ഒരു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ നമ്മളങ്ങനെ ആഡ് ചെയ്താൽ അവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം അത് ആരും സമ്മതിക്കില്ല. കാരണം എ എന്നുള്ളൊരു ആർട്ടിക്കിൾ ഗ്രീക്കിൽ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെല്ലാം മുമ്പിൽ എ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തൃത്വ ഉപദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഓരോ വ്യക്തി, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത് 3 വ്യക്തികളും ദൈവമാണ്. ദൈവങ്ങളാണെന്നല്ല, ദൈവമാണ്. കാരണം ഒരു ദൈവമേ ഉള്ളൂ. യഹോവയുടെ സാക്ഷികളെ പോലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ പറയുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി, THE, അത് ഈ തിയോസ്, അതായത് ദൈവം എന്നുള്ള വാക്കിൻ്റെ മുൻപിൽ യോഹന്നാൻ്റെ സുവിശേഷം 1:2 രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് പക്ഷേ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം പിന്നീടുള്ള വാക്യങ്ങളിൽ, അത് വാക്യം 12-ലും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നിടത്തും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് പറയുന്നിടത്തും ദൈവത്തിന് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല, അതായത് ദി ഇല്ല. നോ വൺ ഹാസ് എവർ സീൻ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്തും ദി ഗോഡ് എന്നില്ല. എല്ലായിടത്തും തിയോസ് എന്ന് മാത്രമേ ഉള്ളൂ, ദി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ദി ആഡ് ചെയ്തിട്ടില്ലാത്തടത്തെല്ലാം ഡെഫിനിറ്റ് അല്ല അത്. അതുകൊണ്ട് നമുക്ക് എ ചേർക്കാം എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളിലെല്ലാം എ ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ട് ഉള്ള ഒരു ആർഗ്യുമെൻ്റായിട്ട് വരും. അപ്പോൾ യോഹന്നാൻ്റെ 1-ന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം ആണ് കർത്താവ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. എ ഗോഡല്ല, ദൈവം തന്നെയാണ് പുത്രൻ, വചനം എന്നുള്ളതിൻ്റെ തെളിവാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഗോഡ് എന്നുള്ള ഇടത്തും ദി എന്നുള്ളത് ചേർക്കുന്നതിന് പകരം ചേർത്തിട്ടില്ലെങ്കിൽ അവിടെയെല്ലാം എ എന്ന ആർട്ടിക്കിൾ ചേർക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ യോഹന്നാൻ 20:28 തോമസ് വന്നിട്ട് കർത്താവിനോട് പറയുന്നത്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ്. അപ്പോൾ ഇവിടെ കർത്താവ് അത് റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്. കർത്താവ് ദൈവമേ എന്നുള്ള വിളി അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ അനേകം തെളിവുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം ആരാണ് എന്നുള്ള വെളിപ്പാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുക്രിസ്തു ദൈവം, ത്രിയേക ദൈവമായി നിലനിൽക്കുന്നു എന്നുള്ളതും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു റെവലേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ എന്താണ് അപകടം? എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം അബലമായി പോകുന്നത്? എന്തുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റാത്തത് എന്നുള്ള കാര്യമാണ്. എങ്ങനെയാണ് രക്ഷയുടെ ഉപദേശവുമായിട്ട് ഇത് കണക്റ്റ് ആയിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു ദൈവമല്ല എന്നൊരു നിമിഷത്തേക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ദൈവമല്ലെങ്കിൽ പിന്നെ സൃഷ്ടിതാവുമല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണല്ലോ യഹോവ സാക്ഷികൾ പറയുന്നത്. അതായത് ആദ്യജാതനാണ് സർവ്വസൃഷ്ടിക്ക് മുൻപേ. അത് വേറെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ കണ്ടതാണ്. സർവ്വസൃഷ്ടിക്ക് മുമ്പേ യേശുക്രിസ്തു ആദ്യജാതനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം യേശു ഉണ്ടായി, പിന്നെ മറ്റ് സൃഷ്ടികളുണ്ടായി. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ ഒരു പ്രോബ്ലം, യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ ഒരു പ്രോബ്ലമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പിതാവിന് ഒരു വലിയ സ്നേഹമായിട്ട് പറയാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ പിന്നെ ഒന്നും കൂടെ അങ്ങനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സാക്രിഫൈസായിട്ട് കാണാൻ സാധിക്കില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം നിങ്ങൾക്ക് തന്നാൽ അത് വലിയൊരു സാക്രിഫൈസ് അല്ല, കാരണം എനിക്ക് പിന്നെ അത് ഉണ്ടാക്കാം. അതുകൊണ്ട് എനിക്ക് നഷ്ടം എന്ന് പറയാനില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരാളെ ലോകത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതിനകത്ത് എന്താണ് സ്നേഹം? ഇനി രണ്ടാമത്, യേശുക്രിസ്തു ദൈവം അല്ലെങ്കിലുള്ളൊരു പ്രോബ്ലം, നമ്മളെ രക്ഷിച്ചത് ദൈവമല്ല ഒരു സൃഷ്ടിയാണ് എന്ന് വരും. ഇസ്രായേലിൻ്റെ രക്ഷിതാവ്
ദൈവമായ കർത്താവാണ് എന്നുള്ളത് ബൈബിളിൽ വ്യക്തമായൊരു വെളിപ്പാടാണ്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ദൈവമല്ല. അല്ല, ചിലർ പറയുന്നുണ്ട് ചെറിയൊരു ദൈവമാണ്. ഈ ചെറിയൊരു ദൈവമാണെന്ന് പറയുന്നിടത്ത് ഭയങ്കര അപകടമുണ്ട്, രസകരമായൊരു അപകടമുണ്ട്. കാരണം ഇല്ലോജിക്കലാണ്. ദൈവം ബൈ ഡെഫിനിഷൻ പെർഫെക്റ്റ് ആണ്. ദൈവം എന്ന് പറയുമ്പോൾ നിർവചനത്തിൽ തന്നെ പെർഫെക്റ്റ് ആണ്. നിർവചനത്തിൽ തന്നെ പെർഫെക്റ്റായ ദൈവത്തിനകത്ത് ക്വാളിറ്റി ഗ്രേഡ് വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. ഈക്വൽ ആകാനേ പറ്റുള്ളൂ. ഗോഡ് ഈസ് പെർഫെക്റ്റ്. അവിടെ ഒരു കുറവില്ലാത്തതിനാൽ, ഗ്രേഡ് കുറയാത്തതിനാൽ എല്ലാ ക്വാളിറ്റീസിലും ദൈവം പെർഫെക്റ്റ് ആണ്. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവം പെർഫെക്റ്റുമാണ്. അതായത് ചിലപ്പോൾ പുതിയൊരു തിയറി ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ കിങ്ഡം ഓഫ് ഗോഡ് ഇതാ വരാറായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ സ്ഥലം മേടിച്ചിട്ടിട്ട് ഇതാ ഒരു വിചിത്രമായൊരു കൾട്ടാണ്. പൂക്കാട്ടുപടി കേന്ദ്രമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കൾട്ടുണ്ട്. ഈ കൾട്ട് പഠിപ്പിക്കുന്നത് കർത്താവ് ഉടനെ തന്നെ ഈ മഹാപീഡനം, ഇപ്പം മഹാപീഡനകാലം ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അതിനുശേഷം കർത്താവ് വരും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കും. ഈ മഹാപീഡന കാലത്ത് ആളുകൾ ഭയങ്കര പീഡനം വരുന്നുണ്ട്. നമുക്ക് സ്വയമായി കടയിൽ പോയി വിൽക്കാനും വാങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ എവിടെയോ നിഗൂഢമായൊരു സ്ഥലത്ത്, നിഗൂഢമായ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി വയനാടൊക്കെയാണ്, തമിഴ്നാടൊക്കെ, അവിടെയൊക്കെ സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ പോയി ആൾക്കാർ താമസിക്കും. നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കാം. ഇനി പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പണി ചെയ്ത് ജീവിക്കാം. അപ്പോൾ അന്ത്യകാലത്ത് പീഡനം വരുമ്പോൾ സങ്കേത നഗരമായിട്ട് ഇത് പണിതിട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു കൾട്ടാണെന്ന്. ഇതൊരു അന്ത്യകാല ഡൂംസ് ഡേ കൾട്ടുകൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു കൾട്ടാണിത്. അന്ത്യകാലം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പഠിപ്പിക്കുന്ന ഒരു കൾട്ട്. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു ഒരു ലെസർ ഗോഡാണെന്നാണ്. ഗോഡാണ്, എന്നാൽ ഏക ദൈവമായ വലിയ ദൈവമല്ല, ഒരു കുഞ്ഞു ദൈവം. ഇപ്പോൾ പല ദൈവങ്ങളാണ്. കുഞ്ഞു ദൈവം, മോശ പോലെ ഒരു കുഞ്ഞു ദൈവം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം എന്ന വാക്കിനെയാണ് അബലമാക്കുന്നത്. ദൈവം എന്ന വാക്കിന് ഗ്രേഡ് കൊടുക്കാനോ ചെറുതെന്ന് പറയാനോ സാധിക്കില്ല. ഇഫ് യു കോൾ ഗോഡ്, ഗോഡ് ഈസ് ഗോഡ്. ദൈവത്തിനെ അങ്ങനെ ഞാനാകുന്നു എന്ന് മാത്രമേ ദൈവത്തെക്കുറിച്ച് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനാകുന്നു, ഐ ആം വാട്ട് ഐ ആം എന്ന് പറഞ്ഞതിനെയാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്, ദ റിസറക്ഷൻ എന്ന ദ ഡോർ ഓഫ് ദ ഷീപ്പ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. അപ്പോൾ കർത്താവ് ഐ ആം വാട്ട് ഐ ആം, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷനായിട്ടാണ് കർത്താവ് ജീവൻ ഞാനാണെന്നും പുനരുത്ഥാനം ഞാനാണെന്നും ഒക്കെ കർത്താവ് പ്രസ്താവിക്കുന്നത്. ഇതതിൻ്റെ നിർവചനമാണ്. അപ്പോൾ യേശുക്രിസ്തു എന്തെങ്കിലും കുറവുള്ളൊരു ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ നിർവചനം മോശമായി പോകും. അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമല്ല, സൃഷ്ടിതാവായ ദൈവമല്ലെങ്കിൽ അവനെ വണങ്ങി നമസ്കരിക്കുന്നത്, അതായത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ അവസാനം നമ്മളെല്ലാവരും കുഞ്ഞാടിനെ വണങ്ങുന്നതായിട്ടാണ് കാണുന്നത്. സൃഷ്ടിയാണ് ദൈവമെങ്കിൽ, അതായത് സൃഷ്ടിതാവായ ദൈവമല്ല യേശുക്രിസ്തുവെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ വണങ്ങുന്നത് പാപമായിട്ട് മാറും. അവിടെ ആരാധിക്കുന്നത്, അതായത് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയേറ്റുന്നത്, ദൂതന്മാർ വരെ വീട് നമസ്കരിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ അന്യദൈവാരാധനയായിട്ട് മാറും. കാരണം ദൈവ സൃഷ്ടിയെ നമസ്കരിക്കുന്ന പോലെ ഇരിക്കും. എന്നാൽ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞാടിനെ വണങ്ങും എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും കുഞ്ഞാട് ദൈവമായതുകൊണ്ടാണ് വണങ്ങുന്നത്. ദൈവമല്ലെങ്കിൽ നമുക്ക് നമസ്കരിച്ചാൽ ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒന്നാം കൽപ്പന ലംഘിക്കുന്നവരാക്കി മാറ്റുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഒരു കാരണവശാലും ആരാധന സ്വീകരിക്കുന്നയാൾ പൂർണ്ണ ദൈവമല്ലാതിരിക്കാൻ പറ്റില്ല. ആരാധന സ്വീകരിക്കാൻ പൂർണ്ണ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് അത് സ്വീകരിച്ചില്ല. കാരണം അവൻ അനുസരണത്തിൽ തികഞ്ഞവനാകാൻ വേണ്ടി ഒരു മനുഷ്യാവതാരം എടുത്ത് നമ്മുടെ പ്രതിനിധിയായിട്ട് ജീവിക്കുമായിരുന്നതുകൊണ്ടാണ് സ്വീകരിക്കാൻ. എന്നാൽ മഹത്വത്തിലേക്ക് അത് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വെളിപ്പാട് തന്നെയാണ്. അതുപോലെ നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം പഴയ നിയമമാണ്. എങ്കിൽ നമ്മൾ പുതിയ നിയമത്തിലെ വാക്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ് 6 ഒരു വിഷൻ യെശയ്യാവ് കാണുന്നുണ്ട്, ഒരു ദർശനം കാണുന്നുണ്ട്. ആ ദർശനം എങ്ങനെയാണ്? 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു വാക്യമായിരിക്കും. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് താൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ തേജസ്സം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഈ ഒരു കാഴ്ച യെശയ്യാവ് കണ്ടതാണ്. ഈ കാഴ്ചയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാഴ്ച ആരെക്കുറിച്ചാണ് കണ്ടത്? ആരെയാണ് യെശയ്യാവ് കണ്ടത്? യോഹന്നാൻ 12:37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറിഞ്ഞു.
അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാനിട വന്നു. അപ്പോൾ ഇത് 53-ാം അധ്യായത്തിലെ വാക്യമാണ്. എന്തുകൊണ്ട് അവർ വിശ്വസിച്ചില്ല? അതിൻ്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്. ഇത് 6-ാം അധ്യായമാണ്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ കൊട്ടേഷനാണ്. എന്നാൽ അടുത്ത വാക്യത്തിൽ 41-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ തേജസ്സിനെയാണ് കണ്ടത്? പുത്രൻ്റെ തേജസ്സാണെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ പറയുന്നു. കണ്ടത് പുത്രനെയാണ്. പുത്രനാണ് അവന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പുത്രൻ്റെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ബൈബിൾ, ഏറ്റവും ലേറ്റസ്റ്റ് ബൈബിൾ, അത് ലിറ്ററൽ ബൈബിളാണ്, ലിറ്ററൽ ട്രാൻസ്ലേഷനാണ്. നമുക്ക് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ, ആ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷനിൽ ഇത് വളരെ ഡിപ്പെൻഡബിൾ ട്രാൻസ്ലേഷനാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1:18. അവിടെ പറയുന്നത്, നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദ ഓൺലി ഗോഡ്, ഏക ദൈവം, ഹൂ ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഏക ദൈവം ആണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏക ദൈവം എന്ന വാക്ക് പുത്രനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഏക സത്യദൈവം എന്ന വാക്ക് പിതാവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്യത്തിൽ ഏക ദൈവം എന്ന വാക്ക് പുത്രനെ കുറിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ ഒരിക്കൽ കൂടി വായിക്കാം. നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്, ദ ഓൺലി ഗോഡ് ഹൂ ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്, ഹീ ഹാസ് മെയ്ഡ് ഹിം നോൺ. അപ്പോൾ ഏകജാതനായ എന്ന് പറയുന്ന വാക്ക്, ബിഗോട്ടൺ എന്ന വാക്ക് കിങ് ജെയിംസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ രസകരമെന്ന് പറയട്ടെ, കിങ് ജെയിംസ് വേർഷൻ എഴുതിയ ബൈബിളിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഗ്രീക്കിൽ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്കില്ല. അത് എഴുത്തു ഭാഷയിൽ വന്ന ഒരു അഡീഷനാണ്. ശരിക്കും ബിഗോട്ടൺ, ഏകജാതനായ എന്നൊരു വാക്ക് അവിടെയില്ല. തൻ്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ, ആ ഏകജാതൻ എന്നുള്ള വാക്ക് അവിടെയില്ല. ജാതൻ എന്നുള്ള വാക്കേ ഇല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ. അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്, ദ ഓൺലി ഗോഡ് ഹൂ ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്, ഹീ ഹാസ് മെയ്ഡ് ഹിം നോൺ. ഇത് വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കുറിക്കുന്ന വാക്യമാണ്. ഇനി ഒരു ആർഗ്യുമെൻറ്റും കൂടെ, യേശുക്രിസ്തു ദൈവമായേ പറ്റൂ എന്നുള്ളതിന് ഒരു ആർഗ്യുമെൻറ്റും കൂടെ നമ്മൾ മുമ്പോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കൺവെൻഷനലി നമ്മൾ വിശ്വസിക്കുന്നത് സാത്താൻ ഒരു ദൂതനായിരുന്നെന്നും ദൂതൻ പാപം ചെയ്തപ്പോൾ വെട്ടി താഴോട്ടിടപ്പെട്ടതുമാണെന്നാണ്. അപ്പോൾ ദൂതന് വേണമെങ്കിൽ പാപം ചെയ്യാം. ഇനി അതങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെക്കുറിച്ച് ബൈബിൾ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ദൂതന്മാർ പാപം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ യേശുക്രിസ്തു ഒരിക്കലും പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി തെറ്റിപ്പോകുന്നുണ്ട്. ഏത് സൃഷ്ടിയും ദൂതന്മാർ വരെ തെറ്റിപ്പോകുന്നുണ്ട്. ഇത്ര വലിയൊരു വാഗ്ദത്തം നിങ്ങൾ ചോദിക്കും, പ്രവാചകന്മാർ പറഞ്ഞൊക്കെ നമ്മൾ വിശ്വസിച്ചുള്ളൂ. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ഈ പുത്രനെക്കുറിച്ചായിരുന്നു. ഇതായിരുന്നു ട്രൂത്ത്. ഈ ട്രൂത്താണ് ദൈവം നമുക്ക് നൽകിയത്. അപ്പോൾ ഇത് നമ്മൾ പ്രവാചകന്മാരുൾപ്പെടെ സകലരും ഇത് വിശ്വസിച്ചേ പറ്റും. ഇതാണ് എല്ലാ പ്രവചനങ്ങളുടെയും എത്തിച്ചേരുന്ന ക്ലൈമാക്സ് പോയിന്റ്. അപ്പോൾ പുത്രനെ നമ്മൾ അതുപോലെ ദൈവമെന്ന് കരുതിയില്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ തെറ്റുപറ്റാത്തതായിട്ടുള്ളൂ. ദൈവത്തിന് മാത്രമേ നമുക്കൊരു നിത്യമായ വാഗ്ദത്തം തരാൻ പറ്റുള്ളൂ. അപ്പോൾ പുത്രൻ നമുക്ക് നിത്യമായൊരു വാഗ്ദത്തം അവനെ പ്രതിയാണ് തന്നിരിക്കുന്നത്. അവനെ പ്രതി തന്നിരിക്കുന്ന നിത്യമായ വാഗ്ദത്തം അത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തു ദൈവമായിരിക്കണം. ദൈവമല്ലാതെ ഒരാൾക്കും അത് പറയാൻ സാധിക്കില്ല. നമുക്ക് വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. സൃഷ്ടിതാവ് തന്നെ, ഭവനം ചമച്ചവൻ തന്നെ വന്ന് പറയുന്നത് കൊണ്ടാണ് അതിനത്ര ആധികാരികതയുള്ളത്. ഇത് 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ട 3 കാര്യങ്ങൾ രക്ഷയുടെ കാര്യത്തിൽ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അത്യാവശ്യമാക്കുന്നു. ഒന്ന്, അവന് നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്ക് കുഞ്ഞാട് യോഗ്യൻ എന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് തന്നെയാണ് അർത്ഥം. നിൻ്റെ ദൈവമായ കർത്താവിനുള്ളത് ആരെയും ആരാധിക്കാൻ നമുക്ക് അവകാശമില്ല. 2, സൃഷ്ടിയാണ് പുത്രനെങ്കിൽ ദൈവം അവനെ നൽകുന്നതിലൂടെ വലിയ സ്നേഹമൊന്നും കാണിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം പിന്നെയും അവന് സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. വൺ സൃഷ്ടി ഈസ് ലോസ്റ്റ്, അനദർ സൃഷ്ടി ക്യാൻ ബി മെയ്ഡ്. വേറെ സൃഷ്ടി ഉണ്ടാക്കാം. ഓക്കെ. 3, നമ്മളത് വിശ്വസിക്കാൻ യാതൊരു നിർബന്ധവുമില്ല. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അവനെ തന്നെ ചൊല്ലിയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തെ ചൊല്ലി പറയുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമായതുകൊണ്ടാണ്.
അല്ലെങ്കിൽ ദൈവം പറഞ്ഞു എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു തന്നെത്താൻ ചൊല്ലി പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രക്ഷയുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവം തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ യേശുക്രിസ്തു സകല മനുഷ്യർക്ക് മധ്യസ്ഥനാണ് എന്ന് രക്ഷയെക്കുറിച്ച് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സകല മനുഷ്യർക്ക് മധ്യസ്ഥനാണെങ്കിൽ ലോകത്തിലുള്ള സകല ആൾക്കാരുടെയും പ്രാർത്ഥന പിതാവിൻ്റെ അടുത്ത് എത്തിക്കാൻ യേശുക്രിസ്തുവിന് സാധിക്കണം. ഒരേ സമയത്ത് അനേകം ആൾക്കാരുടെ ഹൃദയങ്ങളുടെ ചിന്തകൾ വായിക്കാൻ പറ്റണം. വേറൊരാൾ നിരൂപിക്കുന്ന ചിന്തിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നമ്മളെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ വരെ ദൈവത്തിന് അറിയണം, കർത്താവിന് അറിയേണ്ടി വരും. അങ്ങനെ ഓംനീഷ്യൻസ്, സർവജ്ഞാനം. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സർവജ്ഞാനിയായ മധ്യസ്ഥനാണ്. എബ്രായ ലേഖനത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. ആകാശത്തിൽ കൂടി കടന്നു പോയൊരു മധ്യസ്ഥൻ, അതായത് ആകാശത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പോയ ഒരു മധ്യസ്ഥൻ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചിരിക്കുന്നത്. കാരണം അവിടെ ദൈവമായതുകൊണ്ട് അവൻ മാറുകയില്ല എന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ വാഗ്ദത്തം അഴിഞ്ഞു പോവുകയില്ല. അപ്പോൾ കർത്താവ് ദൈവമല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വി ആർ ബ്ലൈൻഡിങ് സം പോർഷൻസ് ഓഫ് ദ ബൈബിൾ ആൻഡ് റെവലേഷൻ. നിങ്ങൾ ആരെങ്കിലും വലിയ ബുദ്ധിമാന്മാർ ചമഞ്ഞിട്ട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, അത് അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഗുരുതരമായ ലോജിക്കൽ പ്രോബ്ലംസ് നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകും. സകലതും അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലോകത്തിലെ സകല വിശുദ്ധന്മാർക്കും മധ്യസ്ഥനായിരിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ സർവജ്ഞാനം തീർച്ചയായിട്ടും അവൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ എന്തുമാത്രം വളർന്നു എന്ന് വരെ, കർത്താവിന് എന്തുമാത്രം വളരാനുണ്ടെന്ന് വരെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ കർത്താവിന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തൃത്വത്തിലെ ഏറ്റവും വലിയ വിഷയം, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തൃത്വത്തിലുള്ളത്. പിതാവായ ദൈവം ദൈവമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ആരും ഒരു സംശയമില്ല. നമ്മൾ അനേകം വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസിനെ കുറിച്ചും കണ്ടു. എന്നാൽ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തിലാണ് ഒത്തിരി ആളുകൾക്ക് സംശയമുള്ളത്. അതിൽ പ്രധാന ആൾക്കാർ യഹോവയുടെ സാക്ഷികളാണ്. പിന്നെ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട്, ഇങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ. ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇന്നിപ്പം അനേകം വ്യക്തികൾ ബോധം കൂടിപ്പോയിട്ട് ബുദ്ധിജീവികളായി നടിച്ചുകൊണ്ട് ബൈബിൾ ശരിക്കും വായിക്കാതെ ടീച്ചർമാരായിട്ട് ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ട്രഡീഷണൽ ക്രിസ്ത്യൻ ഡോക്ടറിൻസിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരിടത്തും എത്താത്ത വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ അനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഒന്ന് തെളിയിക്കുന്നു, യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരു ധൈര്യവും നമുക്കുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, പിതാവിൻ്റെ സ്നേഹം പ്രകടമാവുകയില്ല. നമുക്ക് നിത്യതയിൽ ചെന്ന് പുത്രനെ ആരാധിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പുത്രന് നമ്മുടെ മധ്യസ്ഥനാകാൻ സാധിക്കുകയില്ല. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനാകണമെങ്കിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ എൻ്റെ റെപ്രസെൻറ്റേറ്റീവായും ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായും പെർഫെക്റ്റായിട്ട് നിൽക്കുവാൻ കഴിവുള്ള പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ തന്നെ നമുക്ക് തന്ന ഈ അതിവിശിഷ്ട രക്ഷയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു, കുഞ്ഞാടിനെ നമസ്കരിക്കുന്നു, സകല ബഹുമാനത്തിന് യോഗ്യനായ കുഞ്ഞാടിനെ നമസ്കരിക്കുന്നു. ഒരു ബഹുമാനവും അവന് കുറഞ്ഞിട്ടില്ല. എല്ലാറ്റിലും ഉന്നതനായ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. കർത്താവെ, എല്ലാ സൃഷ്ടിയുടെയും മുടങ്ങാലും ഒരിക്കൽ മടങ്ങുന്ന യേശു എന്ന നാമത്തിനു മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായുള്ളവേ എന്ന് ഞങ്ങൾ കൺഫസ് ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പരമ കാരുണികനായ, ഞങ്ങളെ രക്ഷിക്കുന്ന, ഞങ്ങളെ നടത്തുന്ന, ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമായി ഞങ്ങൾ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.